നമസ്കാരം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ വളരെ ബോറായിട്ടുള്ള ഒരു ദിവസവും പിന്നെ അതിലേറെ ബോറായിട്ടുള്ള ഒരു എപ്പിസോഡും റിലേറ്റഡ് ആയിട്ടുള്ള അത്ര ബോറൊന്നുമല്ലാത്തൊരു ചെറിയ റിവ്യൂ പറയാമെന്നുള്ള കണ്ടീഷനിലാണ് ഇന്ന് ക്യാമറയൊക്കെ എടുത്ത് വെച്ചിരുന്നിരിക്കുന്നുണ്ടോ. കാര്യമായിട്ട് കോണ്ടൻറ്റ് ഒന്നും ഉണ്ടായില്ല. റോക്കി പോയി, പിന്നെ സിജോ പോയി. വളരെ എന്താ പറയുക, ദുഃഖകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ഓക്കെ, ഇവരൊന്നും പോയതിലല്ല, സിജോന് സംഭവിച്ച കാര്യത്തിൽ നമുക്ക് ചെറുതായിട്ടല്ല അത്യാവശ്യം നല്ല രീതിയിൽ സങ്കടമുണ്ട് കേട്ടോ. അതിനെ കാണുന്ന സമയത്തും ഒരു വിഷമം തോന്നിപ്പോയി. പിന്നെ ഇപ്പോൾ അവൻ പ്രൊവോക്ക് ചെയ്തിട്ടില്ല എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ചില ആൾക്കാർ തിരിച്ചു ചോദിക്കുന്നത്രയുള്ളൂ, പ്രൊവോക്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പിടിച്ചടിക്കണം എന്നൊക്കെ തോന്നും. ഓക്കെ, വോട്ടെവർ എന്താണെന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഈ പുലിവാൽ കല്യാണം സിനിമ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടല്ലോ അല്ലേ? പുലിവാൽ കല്യാണം സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടായിരിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുലിവാൽ കല്യാണം സിനിമയിലുണ്ട് ജഗതി ഒരു മോതിരത്തിൻ്റെ ഒരു കോമഡിയിൽ, അതായത് എന്തെങ്കിലും സംഭവം അവിടെ ആ കല്യാണം ജയസൂര്യൻ്റെ കല്യാണം അവിടെ ലാൽബക്ഷൻ്റെ മകളായിട്ട് ഉറപ്പിച്ചോട്ടെ, എന്താ പറയുക, കാവ്യമാധവനായിട്ട് ഉറപ്പിച്ചു എന്ന്, കാവ്യമാധവൻ തന്നെയല്ല, അതെ കാവ്യമാധവനായിട്ട് ഉറപ്പിച്ചു എന്ന് കാണുമ്പോൾ ജഗതി വീണ്ടും മോതിരം കൊണ്ട് ഓടി വരും. മറ്റേ മരുമകൾക്ക് ഇടിക്കാൻ വേണ്ടിയിട്ട്, മകൻ്റെ ഓടിക്കാൻ. പിന്നെ ഇത് മുടങ്ങി ഇറങ്ങുമ്പോൾ മോതിരം ഊരിയിട്ട് വീണ്ടും പോകും. അതേ അവസ്ഥയായിരിക്കണം ഇപ്പോൾ യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരെ സ്ഥിതി. കാരണം എന്താ വെച്ചാൽ എന്തുണ്ടെങ്കിലും എവിടേക്കാണ് പോകേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ദേ കിടക്കുന്നു ജബ്രി വീണ്ടും. അങ്ങനെ ഇന്നത്തെ കോണ്ടൻറ്റും ജബ്രിയാണ്, അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയാണ്. രാവിലത്തെ പരിപാടി കൊണ്ടുപോയത് ജാസ്മിനാണ്. കാരണം വെച്ചാൽ ഇന്നലത്തെ കൂർക്കം വലിയുടെ ഇഷ്യൂ ഞാൻ രാവിലെ ചെറിയൊരു വീഡിയോനെ കുറിച്ച് ചെയ്തിരുന്നു. ഒരാവശ്യമില്ല, ഒന്നുമില്ല, കൂർക്കം വലിച്ചു, മനുഷ്യന്മാരായ കൂർക്കം വലിക്കും. ആ കൂർക്കം വലി ജാസ്മിൻ പറഞ്ഞു, ജാസ്മിൻ മെല്ലെ പോയി ചോദിച്ചു എന്നേ പറയുന്നുള്ളൂ. ശ്രീരേഖ അതൊരു കോണ്ടൻ്റ് ആക്കി, എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അറിയില്ല. രണ്ട് രീതിയിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരാൾ കൂർക്കം വലിക്കുന്നത് ഇത്ര വലിയ ഇഷ്യൂ ആണോ ചോദിക്കാം. പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ കൂർക്കം വല്ലാതെ വലിക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒന്ന് മാറിക്കിടക്കുമോ എന്ന് ചോദിച്ചതായിരിക്കാം. അതൊക്കെ എന്താണെന്നുണ്ടെങ്കിലും കോണ്ടൻറ്റിന് വേണ്ടിയിട്ടാണോ, ഇനിയിപ്പോൾ അതല്ല വേറെ വല്ല ഇഷ്യൂ കൊണ്ടാണോ എന്ന് അറിയുന്നത്. രാവിലെ ശ്രീരേഖ ഒക്കെ എടുത്തിട്ട സമയത്ത് എന്തോ ഇവരുടെ ഈ ജാസ്മിൻ്റെ ഇവളുടെ ആറ്റിറ്റ്യൂഡും സംസാരം കാണുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവർക്കും ഫീൽ ചെയ്തു. അതിൻ്റെ പേരിൽ അവിടെ ഇഷ്യൂ ഉണ്ടായി. പിന്നീട് അത് പവർ ടീമിൻ്റെ അടുത്ത് പറഞ്ഞു. ഏറ്റവും രസം എന്ന് വെച്ചാൽ ആരോടെ പറഞ്ഞത്, പവർ ടീം എന്ന് പറഞ്ഞാൽ അതിശക്തരായിട്ടുള്ള ജിൻഡും പിന്നെ മറ്റേ രശ്മിൻ ബായിയാണ്. അത് വേറെ കഥ. പോട്ടെ നമ്മൾ അവരൊന്നും ഇതിലേക്ക് പോകുന്നില്ല. കാര്യമായിട്ടുള്ള കോണ്ടന്റ് ഒന്നും അവിടെ ഉണ്ടായില്ല. പക്ഷേ ഇന്ന് ഉണ്ടായൊരു സംഭവം എന്താ വെച്ചാൽ ജാസ്മിനും ഗബ്രിയും, അതായത് ജബ്രി കോംബോ പുതിയ വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോ അറിയില്ല, ലൈവ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഇവർ രണ്ടുപേരും കൂടി ഇന്ന് പോയിരുന്നത് ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിലാണ്. ഈ സത്യത്തിൽ എന്താ അവരുടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാവായൊന്നും അല്ല. പക്ഷെ നമുക്കത് എക്സ്പ്ലിസിറ്റായിട്ട് അങ്ങോട്ട് പറയാനുള്ളൊരു മടി കൊണ്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ ഇന്ന് മൈക്ക് പോലും ഇടാതെ ആ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നു. അവിടെ ക്യാമറ ഇല്ല. ഗബ്രി പുറത്തിരിക്കുന്നു ജാസ്മിനെ നോക്കിയിട്ട്. എന്താണ് കുൽസിതം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിനറിയാം, തമ്പുരാനറിയാം. കാരണം എത്ര അധികം ഇഷ്യൂ ഉണ്ടായിട്ട്. ഇനിയിപ്പോൾ ഇന്ന് തിങ്കൾ ചൊവ്വയൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ബാപ്പ വരാൻ കാത്തിക്കണമെന്ന് അറിയില്ലല്ലോ അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ബാപ്പാനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടുമോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ബാപ്പ വരേണ്ടി ഒന്ന് നേരെയാക്കി എടുക്കാൻ, വീണ്ടും പഴയ പോലെ തന്നെ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ അതിലേറെ വേഴ്സായി തോന്നുന്നു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. അത് ഇതുവരെ എല്ലാവരും കാണുന്ന രീതിയിൽ അവിടെ പുറത്തിരുന്നിട്ട് കൈപിടുത്തവും പരിപാടിയും കാര്യങ്ങളും ഉണ്ടായെങ്കിൽ ഇന്നിതാ ജാസ്മിൻ പിന്നെ ഡ്രസ്സിങ് റൂമിൽ പോയിരിക്കുന്നു. അവസാനം ബിഗ് ബോസ് അതിലേറെ മുതൽ ബിഗ് ബോസ് വളരെ സൂപ്പറായിട്ട് അനൗൺസ് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞു. ചമ്മി നാറി നാണം കെട്ടിട്ടാണ് ജാസ്മിൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. ഇപ്പോഴും കമൻറ്റ് ബോക്സ് വാഴുന്നത് ഒറ്റ കമൻറ്റാണ്, ജാസ്മിനെ ഇഷ്ടമല്ലാത്തവരുണ്ടോ എന്നൊരു കമൻറ്റ് കാണുന്നുണ്ട് എല്ലാ വീഡിയോൻ്റെ അടിയിലും. അതിന് കണ്ടമാനം എന്താ പറയുക, കൊട്ടക്കണക്കിന് ലൈക്ക്, 5000, 7000, 10000, 15000 ഒക്കെ ലൈക്കാണ് ആ ഒരു കമൻറ്റിന് വരുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നുണ്ട് ജാസ്മിൻ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്നുള്ളത്. സത്യം പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. കാരണം എന്താ അറിയോ, ജാസ്മിന് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നു. ഞാൻ ജാസ്മിൻ്റെ ഇഷ്യൂസൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ ജാസ്മിനെ അസ്ലയുടെ വിഷയത്തിലൊക്കെ അസ്ലിനെയൊക്കെ പിന്നെ നന്നാക്കി പറഞ്ഞ് ജാസ്മിനായിട്ട് അഥവാ മോശമാക്കി ഞാൻ പറയുന്നിട്ടില്ല ആ ഇഷ്യൂവിൽ എന്ന് നമ്മൾ ജാസ്മിനാണ് സപ്പോർട്ട് ചെയ്ത്. ആ സമയത്തൊക്കെ ആരെങ്കിലും ജാസ്മിനെ മോശമാക്കി ഫാൻസ് അത്രയധികം ആരാധകർ, ഫാൻസിനെ കൊണ്ട് യാതൊരു രക്ഷയുണ്ടായിരുന്നില്ല ജാസ്മിന്. ആ ജാസ്മിൻ ഇന്ന് കുറഞ്ഞ ദിവസം കൊണ്ട് മാക്സിമം എല്ലാവരും വെറുപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് കമൻറ്റ് ബോക്സിലിട്ട് വളരെ ക്ലിയറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ 60% പെയ്ഡ് PR ആണ്, 40% ജനുവിനാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ജനവികാരം നേരെ തിരിച്ചായിട്ടുണ്ട്. അതന്നെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്ത് രണ്ടാളും ഒരുമിച്ച് ഒട്ടിക്കിടക്കുന്നു. പിന്നെ ഇന്ന് ശ്രീരേഖ പറഞ്ഞു വലിയൊരു പോയിൻ്റാണ്, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കളിക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പോഴും ഹൗസിലുള്ളവർ വിട്ടിട്ടില്ല എന്നുള്ള കാര്യം വളരെ എവിഡൻ്റ് ആണ്. എന്താണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി അവിടെ ഇന്ന് ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ ഉള്ളിൽ ജാസ്മിനും പുറത്ത് ഗബ്രി ഇരിക്കുന്നത് കണ്ടു. ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് പിടിച്ച് പുറത്തേക്ക് ഇട്ടു. നാറിയില്ലേ? ഓക്കെ, ഇതാണ് ഒരു ഇഷ്യൂ ഉള്ളത്. ഇപ്പോഴും ജബ്രി അവിടെ വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ, നമുക്കും അതാണ് വേണ്ടത്. പിന്നെ കോണ്ടൻറ്റ് കിട്ടണമല്ലോ അല്ലേ? അവസാനം ബാപ്പ ഒരു വരവ് വരേണ്ടി വരും കേട്ടോ. മറ്റേ മമ്മൂക്ക പറഞ്ഞാൽ ഒരു വരവ് കൂടി വരേണ്ടി വരും എന്ന് മൂപ്പർ അവിടെ നിന്ന് ആലോചിക്കേണ്ടായിരിക്കും.
ഓക്കെ, അത് പോട്ടെ. ഇനിയിപ്പോൾ അടുത്ത കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സങ്കടകരമായ കാര്യം ഇപ്പോൾ സിജോൻ്റെ കേസാണ് കേട്ടോ. അന്ന് സിജോൻ്റെ കേസ് ഇന്ന് എപ്പിസോഡിൽ കണ്ടവർക്ക് അറിയാം, ഭയങ്കര വിഷമം തോന്നിപ്പോൾ. ഞാൻ വൈകുന്നേരം വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. നിങ്ങൾ കാണാത്തവർ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് മുന്നേ ചെയ്ത വീഡിയോ. കാരണം എന്താ അറിയോ, റോക്കി പുറത്തിറങ്ങിയിട്ട് വലിയ ഡയലോഗ് അടിച്ചല്ലോ, എന്തോ വലിയ ആളായിട്ട് വലിയ സംഭവമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തോ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തോ അച്ഛമില്ലേ ഒക്കെ പറഞ്ഞു. അച്ഛനില്ലേ എന്താ സംഗതി എന്നറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ അച്ഛമില്ലേ എന്നൊക്കെ പറഞ്ഞു വലിയ ഡയലോഗുകളൊക്കെ തമിഴിലടിക്കുന്ന കുറേ പാട്ടൊക്കെ പാടുന്നത് കണ്ടു. വോട്ടെവർ. വിഷമം തോന്നിയത് സിജോൻ്റെ കാര്യമാണ്. സിജോന് സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സിജോ മിക്കവാറും ഇനി ബിഗ് ബോസ് പോവുമോ, സീസൺ 6 പോകുമോ എന്നുള്ളതറിയില്ല. പോവുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി ബാഡ്. ഭയങ്കര വിഷമം തോന്നിപ്പോൾ ചങ്ങാതിയുടെ കാര്യം ആലോചിച്ചാൽ. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് മോഹം പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രൊവോക്ക് ചെയ്യുന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മറ്റവൻ കരണടിച്ച് പോച്ചിട്ട് ഇങ്ങനെ പിന്നെ താടിയിൽ പൊട്ടി എന്നൊക്കെ അറിയില്ല. കാരണം സിജോ അത്യാവശ്യം പേടിച്ചിട്ടുണ്ട്. അപ്പോൾ സർജറി വേണം എന്നിട്ട് സിജോ പുറത്തേക്ക് പോവുകയാണ്. അതാണ് ഒരു അപ്ഡേറ്റ് ഉള്ളത്. പക്ഷെ സിജോ പോയി, റോക്കി പോയി, അത്യാവശ്യം കോണ്ടൻറ്റ് തരുന്ന എല്ലാവരും പോയി. ഇനി കഥ ഞാൻ പറഞ്ഞു, ഇനി എല്ലാം കഴിയുന്ന സമയത്ത് നമ്മൾ മോതിരം കൊണ്ട് വരുന്നത് ഈ ജബ്രിയുടെ അടുത്തേക്ക് പറഞ്ഞാൽ ഇനി വയ്യട്ടോ, മടുത്തിട്ടുണ്ട്. പറയാൻ പോലും വയ്യ. പറയുമ്പോൾ സദാചാരം പറയാമെന്ന് പറയും, പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും അത് വയ്യ. പിന്നെ ജിൻഡൊക്കെ ഒന്ന് വെറുതെ ഇരുന്നിട്ട് എന്തൊക്കെയോ ചൂടാവുന്ന കണ്ടു. ഒരേ പറഞ്ഞ കാര്യം തന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ എടുത്തെടുത്ത് പറയുക എന്നല്ലാണ്ട് ജിൻഡോന് ചൂടാവലിനൊന്നും ആ ശരീരമായിട്ടോ അതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു പവർഫുൾ അല്ല, കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നില്ല. അർജുൻ മിണ്ടുന്നില്ല. മറ്റവൻ ഋഷി എവിടെ എന്തിനാണെന്നറിയില്ല. ശ്രീധു ശരണ്യൊക്കെ നല്ല കുട്ടികളായിട്ട് അതിൽ നടക്കുന്നു. ജാസ്മിൻ എന്തൊക്കെയോ കാണിച്ചതിൽ പോകുന്നു. പക്ഷേ ജാസ്മിൻ വളരെ ബോറാണ്. ജാസ്മിൻ്റെ കാണിച്ചു കൂട്ടലാണെന്നുണ്ടെങ്കിൽ ഈവൻ ഗബ്രി ആണെന്നുണ്ടെങ്കിൽ ബോറാണ്. പിന്നെ ടാസ്ക് കൊടുത്താണെങ്കിൽ സർക്കസ് ടാസ്ക്. ആ ചെക്കൻ്റെ ഡാൻസ് അല്ല ഉണ്ടായി. പിന്നെ ഋഷി നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ടായതുകൊണ്ട് പിന്നെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് നിലയ്ക്ക് ഡാൻസ് നന്നായിരുന്നില്ല. അത് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തോ സൈക്കിൾ ഓടിച്ച് കളിക്കലോ. ഇതിനൊക്കെയാണോ ബിഗ് ബോസ് ഇവരെ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്? ഇതൊക്കെ ദിവസം പോവല്ലേ? ഈ ദിവസത്തിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ റോക്കിയുടെ ഈ അടി കാരണം എന്താ പറയുക, റോക്കിയുടെ അടി കാരണം ഏഷ്യാനെറ്റ് നല്ലൊരു കളി കളിച്ചുകൊണ്ട് റോക്കിയുടെ അടി കാരണം അവിടെ TRP നല്ലോണം കൂടി. സത്യം പറഞ്ഞാൽ റേറ്റിംഗ് നല്ലോണം കൂടി. അവൻ അത്രയും നേരം ആ ഒരു ഇതിനുള്ളിൽ ഇരുത്തിയോട് കൂടി എന്താ പറയുക, അത്രയും അവനെ പിഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം എൻ്റെ കൂട്ടത്തിലെ സംഗതി പറയട്ടെ, ഈ റോബിനെ പുറത്താക്കിയ സമയത്ത് റോബിനെ 5 ദിവസം അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിച്ച്, റെഡ് സാറാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് ബുദ്ധിമുട്ടിച്ച് ഇറക്കി വിടല്ലേ ചെയ്ത്. ലാലേട്ടൻ ഒന്നും പറയാതെ അല്ലേ. ഈ റെഡ് സാറൊക്കെ ഭയങ്കര സാറൊന്നൊക്കെ അത്രയും അനീതി കാണിച്ച പോലെയാണ് ചെയ്തിട്ടുള്ളത്. റോബിനോട് അതിൻ്റെ സിറ്റുവേഷൻ ഇത് ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ട് വെച്ചിട്ട് കാരണം അടിച്ച് പൊളിച്ചിട്ട് അവനെ സർജറിക്ക് എത്തിച്ചിട്ട് റോക്കി അപ്പോഴും വളരെ കൂളായിട്ട് റോക്കി ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു റീസൺ നിങ്ങൾക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. റോക്കി എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസിനായിരിക്കാം റോക്കി ഇത്ര പുഷ്പം പോലെ അവിടെ നിന്ന് ഇറങ്ങി. വളരെ നൈസായിട്ടാണ് റോക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയത് അല്ലേ. സിജോനെ അടിച്ച് എല്ല് പൊട്ടിച്ച് സർജറിക്ക് ആക്കിയിട്ട് ഒരു 5 ദിവസം സീക്രട്ട് റൂമിൽ ഇങ്ങോട്ട് ഇടുന്നില്ല, എവിടെ ഇടുന്നില്ല, നേരെ അവൻ ഇറങ്ങിപ്പോകുന്നു. അവന് യാതൊരുവിധ പ്രശ്നമില്ല, കേസുമില്ല, കൂട്ടമില്ല, ഒരു ഇഷ്യൂ ഇല്ല. അവന് ടോർച്ചറിങ്ങില്ല, ഒന്നുമില്ല. അവൻ ഏറ്റവും സിമ്പിളായിട്ട് രാജാവായിട്ട് ഏതൊരു മറ്റേ തലപ്പാവൊക്കെ ധരിപ്പിച്ചിട്ടാണ് ചങ്ങാതിനെ പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. റിയലി ബാഡ്, വളരെ മോശം തന്നെ പറയുന്നു. അത് ഏഷ്യാനെറ്റ് അത്യാവശ്യം നല്ല രീതിയിലൊരു നാറി കളി കളിച്ചത് തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. കാര്യമായിട്ട് ഒന്നുമില്ല. ഇനിയിപ്പോൾ രാത്രി ആവണം, അതിനാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് എങ്ങനെയെങ്കിലും ഉറക്കം വെച്ചിട്ട് കുറച്ച് നേരം രാത്രി ലൈവ് എപ്പിസോഡ് കാണണമെന്നുണ്ട്. കാരണം വെച്ചാൽ ഇന്നലെ തന്നെ ലൈവ് മിസ്സായതോടുകൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സായി മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഉന്നം വെച്ച് നോക്കിയിരിക്കുന്നത് ജബ്രീനെയാണ്. രാത്രിയാവും തോറും രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ ജബ്രിയെ പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നും വെക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടൻറ്റ് കിട്ടാതിരിക്കില്ല എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ക്യാമറാമാനോടൊപ്പം നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അടുത്ത റിവ്യൂ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ കാണാം. ബാക്കി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.